ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ബിഗിനേഴ്സ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് കറണ്ട് അഫയേഴ്സും അതുപോലെ GK ആണ്. കറണ്ട് അഫയേഴ്സ് 2025 കറണ്ട് അഫയേഴ്സാണ് വരുന്നത്. എന്നാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ വർഷം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ 2025 വർഷങ്ങൾ നിയമനങ്ങൾ നമുക്ക് പഠിക്കണം. അതുപോലെ തന്നെ 2025 നടന്ന പ്രധാന സംഭവങ്ങൾ, അപ്പോൾ കിട്ടിയ അവാർഡ്സുകൾ, അത് ആർക്കൊക്കെ കിട്ടിയത് എന്ന് പഠിക്കണം. ഇത് പ്രധാനമായിട്ട് ഇന്നത്തെ ക്ലാസ് ഞാൻ എടുക്കുന്നത് 7-ാം തീയതി എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും കറണ്ട് അഫയേഴ്സിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സാണിത്. പരമാവധി എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ 2026 ഏത് എക്സാം എഴുതാൻ പോവുകയാണ് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുക 2025 കാരണം നമ്മുടെ ഇയർ ഇപ്പോൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത് 2025 കറണ്ട് അഫയേഴ്സിനാണ്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ നാളെ എക്സാം എഴുതാൻ പോകുന്നവരൊക്കെ ഇത് കേട്ടിട്ട് പോവുക. നമുക്ക് കുറച്ച് നിയമനം നോക്കാം അല്ലേ. ഇന്ത്യയുടെ 15ാമത്തെ ഉപരാഷ്ട്രപതി ആരാണ്? CP രാധാകൃഷ്ണനാണ് ഇന്ത്യയുടെ 15ാമത്തെ ഉപരാഷ്ട്രപതി എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ സ്ഥലം എന്ന് പറയുന്നത് തമിഴ്നാട് തിരുപ്പൂർ സ്വദേശിയാണ് അദ്ദേഹം. അതിന് മുമ്പ് അദ്ദേഹം മഹാരാഷ്ട്രയുടെ ഗവർണർ ആയിരുന്നു. ഇതെന്തുകൊണ്ടാണ് ഇതും കൂടി പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ പ്രസ്താവന ചോദ്യമായിട്ട് വന്നു പറഞ്ഞാൽ നമുക്ക് തെറ്റാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ 452 വോട്ട് നേടിയിട്ടാണ് ഉപരാഷ്ട്രപതി ആയത്. അദ്ദേഹത്തിന് എതിരെ പ്രതിപക്ഷ സ്ഥാനാർത്ഥിയായിരുന്നത് റിട്ടയർഡ് ജസ്റ്റിസ് B സുദർശൻ റെഡ്ഡി ആയിരുന്നു. അദ്ദേഹത്തിന് ലഭിച്ചത് 300 വോട്ടാണ്. അപ്പോൾ 15ാമത്തെ ഉപരാഷ്ട്രപതി ആരാണ്? CP രാധാകൃഷ്ണനാണ്. അപ്പോൾ 14ാമത്തെ ഉപരാഷ്ട്രപതി ആരായിരിക്കും? ജഗ്ദീപ് ധൻകർ ആണ്. അദ്ദേഹം ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം രാജിവെച്ചതിനെ തുടർന്നിട്ടാണ് CP രാധാകൃഷ്ണൻ ഉപരാഷ്ട്രപതിയായി ചുമതലയേറ്റത് തെരഞ്ഞെടുപ്പിലൂടെ. ഓക്കെ, ഇനി 53ാമത്തെ ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു? നമ്മുടെ ഇന്ത്യയുടെ 53ാമത്തെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ആണ്. ജസ്റ്റിസ് സൂര്യകാന്ത് ആണ് 53ാമത് ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ 52ാമത് ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു? BR ഗവായി ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിട്ടാണ് ജസ്റ്റിസ് സൂര്യകാന്ത് ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റത്. ഇനി ഇന്ത്യയുടെ 26ാമത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഇന്ത്യയുടെ 26ാമത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ ആണ് ഇന്ത്യയുടെ 26ാമത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. അങ്ങനെ നോക്കുകയാണെന്ന് പറഞ്ഞാൽ 25ാമത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ആരാണ്? രാജീവ് കുമാർ ആയിരുന്നു ഇന്ത്യയുടെ 24ാമത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. ഇനി ജ്ഞാനേഷ് കുമാറിൻ്റെ കാലാവധി വരുന്നത് 2029 ജനുവരി 26 വരെയാണ്. ഇനി പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? വിവേക് ജോഷിയാണ് പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി വരുന്നത്. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ V രാമസുബ്രഹ്മണ്യനാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ. അപ്പോൾ അതിൽ മുമ്പ് ആരായിരുന്നു എന്ന് ചോദിച്ചു പറഞ്ഞാൽ അരുൺ കുമാർ മിശ്രയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലാവധി 2025 ജൂൺ 1 പൂർത്തിയായി. അതിനുശേഷമാണ് V രാമസുബ്രഹ്മണ്യൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനായി സ്ഥാനമേറ്റത്. റിസർവ് ബാങ്ക് ഗവർണർ ആരാണ്? റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്രയാണ്. ഇപ്പോഴത്തെ പുതിയ റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്രയാണ്. 3 വർഷത്തേക്കാണ് ഇദ്ദേഹത്തിൻ്റെ നിയമനം എന്ന് പറയുന്നത്. ഇദ്ദേഹം ശക്തികാന്ത ദാസിന് പകരക്കാരനായിട്ടാണ് സഞ്ജയ് മൽഹോത്രയുടെ നിയമനം എന്ന് പറയുന്നത്. UNIJC അതായത് ഐക്യരാഷ്ട്രസഭ ഇന്റേണൽ ജസ്റ്റിസ് കൗൺസിലിൻ്റെ അധ്യക്ഷൻ ആരാണ് എന്ന് ചോദിച്ചാൽ സുപ്രീം കോടതി മുൻ ജഡ്ജിയായിരുന്ന മദൻ ബി ലോക്കൂർ ആണ് UNIJCയുടെ അധ്യക്ഷൻ. സെബി ചെയർമാൻ ആരാണ്? സെബി ചെയർമാൻ തുഹിൻ കാന്ത പാണ്ഡെയാണ് സെബി ചെയർമാൻ. RBIയുടെ ഡെപ്യൂട്ടി ഗവർണർ ആരാണ്? പൂനം ഗുപ്തയാണ് RBIയുടെ ഡെപ്യൂട്ടി ഗവർണർ എന്ന് പറയുന്നത്. റിസർവ് ബാങ്കിൻ്റെ പുതിയ ഗവർണർ ആരാണ് എന്ന് ചോദിച്ചാൽ സഞ്ജയ് മൽഹോത്ര. ഡെപ്യൂട്ടി ഗവർണർ ചോദിച്ചു പറഞ്ഞാൽ പൂനം ഗുപ്തയാണ്. ഇനി നിയമ കമ്മീഷൻ അധ്യക്ഷൻ ആരാണ്? 23ാമത് നിയമ കമ്മീഷൻ അധ്യക്ഷനായത് ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി ആണ്. ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി ആണ് 23ാമത് നിയമ കമ്മീഷൻ അധ്യക്ഷനായി ചുമതലയേറ്റത്. വന്ദേ ഭാരതിൻ്റെ ആദ്യ വനിതാ ലോക്കോ പൈലറ്റ് ആരാണ്? സുരേഖ യാദവ് ആണ് വന്ദേ ഭാരതിൻ്റെ ആദ്യ വനിതാ ലോക്കോ പൈലറ്റ് എന്ന് പറയുന്നത്. ISRO ചെയർമാൻ ആരാണ്? ISRO ചെയർമാൻ V നാരായണനാണ് ISRO ചെയർമാൻ. ISRO ചെയർമാൻ ആരാണ്? V നാരായണനാണ് ISRO ചെയർമാൻ.
BSFന്റെ ആദ്യ വനിതാ ഫ്ലൈറ്റ് എഞ്ചിനീയർ ആരാണ്? ഇൻസ്പെക്ടർ ഭാവന ചൗധരിയാണ്. BSFന്റെ ആദ്യ വനിതാ ഫ്ലൈറ്റ് എഞ്ചിനീയർ എന്ന് പറയുന്നത്. BCCI പ്രസിഡന്റ് ആരാണ്? മിഥുൻ മൽഹാസ് ആണ് BCCI പ്രസിഡന്റ്. ബീഹാറിൽ 10ാം തവണയും മുഖ്യമന്ത്രിയായി അധികാരത്തിലേറിയത് ആരാണ്? നിതീഷ് കുമാർ ആണ് ബീഹാറിൽ 10ാം തവണയും മുഖ്യമന്ത്രിയായി അധികാരത്തിലേറിയ വ്യക്തി. ഡൽഹി മുഖ്യമന്ത്രി ആരാണ്? രേഖ ഗുപ്തയാണ് ഡൽഹി മുഖ്യമന്ത്രി. കേരള ഗവർണർ ആരാണ്? രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ആണ് കേരള ഗവർണർ. സംസ്ഥാനത്തിന്റെ 50ാമത് ചീഫ് സെക്രട്ടറി ആരാണ്? നമ്മുടെ കേരള സംസ്ഥാനത്തിന്റെ 50ാമത് ചീഫ് സെക്രട്ടറി ജയതിലകാണ്. കേരള സംസ്ഥാന പോലീസ് മേധാവി ആരാണ്? DGP റവാഡ ചന്ദ്രശേഖറാണ്. സംസ്ഥാനത്തെ പോലീസ് മേധാവി എന്ന് പറയുന്നത് DGP ആരാണ്? റവാഡ ചന്ദ്രശേഖറാണ്. VSSC അതായത് വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ ഡയറക്ടർ ആരാണ്? A രാജരാജനാണ്. സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ അധ്യക്ഷൻ റസൂൽ പൂക്കുട്ടിയാണ്. തിരൂരിലെ തുഞ്ചത്ത് സ്മാരക ട്രസ്റ്റ് ചെയർമാൻ ആരാണ്? വൈശാഖനാണ്. കേരള ഹൈക്കോടതിയിലെ ആദ്യ വനിതാ ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറൽ OM ശാലീനയാണ് കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ വനിതാ ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറൽ എന്ന് പറയുന്നത്. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ട്രിബ്യൂണലായി നിയമിതനായത് ആരാണ്? K സോമനാണ്. 2025 ജൂലൈയിൽ രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത മലയാളി ആരാണ്? C സദാനന്ദനാണ്. മലയാളം സർവകലാശാല വൈസ് ചാൻസലർ ആരാണ്? ഡോക്ടർ CR പ്രസാദ് ആണ്. സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ K മധു. അന്താരാഷ്ട്ര ആസ്ട്രോണമിക്കൽ യൂണിയന്റെ ഉൽക്ക പഠന സമിതിയിൽ അംഗമായ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? അശ്വിൻ ശേഖർ ആണ്. ബഹിരാകാശ സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട ആന്ധ്രാപ്രദേശ് സർക്കാരിന്റെ ഉപദേശകനായി നിയമിക്കപ്പെട്ട മലയാളി ആരാണ്? ഡോക്ടർ S സോമനാഥ് ആണ്. 67ാമത് കേരള സ്കൂൾ ഒളിമ്പിക്സിന്റെ ഗുഡ്വിൽ അംബാസിഡർ ആരാണ്? കീർത്തി സുരേഷ് ആണ്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിന്റെ ഇന്ത്യയിലെ ബ്രാൻഡ് അംബാസിഡർ സഞ്ജു സാംസൺ. സംസ്ഥാന സർക്കാർ രൂപവത്കരിച്ച വയോജന കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? K സോമപ്രകാശ് ആണ്. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിന്റെ ചെയർമാൻ ആരാണ്? ജയേഷ് ജോർജ് ആണ്. ഇതാണ് നമ്മുടെ നിയമനങ്ങളിൽ വരുന്നത്. അപ്പോൾ നമുക്ക് വേഗത്തിൽ ഒന്നുകൂടെ നോക്കാം. ഇന്ത്യയുടെ 15ാമത്തെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഇന്ത്യയുടെ 53ാമത് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ആണ്. RBI ഗവർണർ ആരാണ്? സഞ്ജയ് മൽഹോത്രയാണ്. ഇന്ത്യയുടെ 26ാമത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗാനേഷ് കുമാർ ആണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ചോദിക്കുകയാണെന്ന് പറഞ്ഞാൽ വിവേക് ജോഷിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ആരാണ്? V രാമസുബ്രഹ്മണ്യനാണ്. UNIJCയുടെ അധ്യക്ഷൻ മദൻ B ലോക്കൂർ ആണ്. സെബി ചെയർമാൻ തുഹിൻകാന്ത് പാണ്ഡെയാണ്. RBIയുടെ ഡെപ്യൂട്ടി ഗവർണർ പൂനം ഗുപ്തയാണ്. നിയമ കമ്മീഷൻ അധ്യക്ഷൻ ആരാണ്? ജസ്റ്റിസ് ദിനേശ് മഹേശ്വരിയാണ്. വന്ദേ ഭാരതിന്റെ ആദ്യ വനിതാ ലോക്കോ പൈലറ്റ് സുരേഖ യാദവ് ആണ്. ISRO ചെയർമാൻ ആരാണ്? V നാരായണനാണ്. BCFന്റെ ആദ്യ വനിതാ ഫ്ലൈറ്റ് എഞ്ചിനീയർ ആരാണ്? ഇൻസ്പെക്ടർ ഭാവന ചൗധരിയാണ്. BCCI പ്രസിഡന്റ് മിഥുൻ മൽഹാസ് ആണ്. ബീഹാറിൽ 10ാം തവണയും മുഖ്യമന്ത്രിയായി അധികാരത്തിലേറിയത് നിതീഷ് കുമാർ ആണ്. ഡൽഹി മുഖ്യമന്ത്രി ആരാണ്? രേഖ ഗുപ്തയാണ്. കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ആണ്. സംസ്ഥാനത്തിന്റെ 50ാമത് ചീഫ് സെക്രട്ടറി ആരാണ്? ജയതിലകാണ്. സംസ്ഥാന പോലീസ് മേധാവി ആരാണ്? DGP റവാഡ ചന്ദ്രശേഖറാണ്. VSSC വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ ഡയറക്ടർ ആരാണ്? A രാജരാജനാണ്. സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ അധ്യക്ഷൻ റസൂൽ പൂക്കുട്ടിയാണ്. തിരൂർ തുഞ്ചത്ത് സ്മാരക ട്രസ്റ്റ് ചെയർമാൻ ആരാണ്? വൈശാഖനാണ്. കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ വനിതാ ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറൽ ആരാണ്? OM ശാലീനയാണ്. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ട്രിബ്യൂണലായി നിയമിതനായത് K സോമനാണ്. 2025 ജൂലൈയിൽ രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത മലയാളി ആരാണ്? C സദാനന്ദനാണ്. മലയാളം സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ CR പ്രസാദ് ആണ്. സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ആരാണ്? K മധു ആണ്. അന്താരാഷ്ട്ര ആസ്ട്രോണമിക്കൽ യൂണിയന്റെ അന്താരാഷ്ട്ര ആസ്ട്രോണമിക് യൂണിറ്റിന്റെ ഉൽക്ക പഠന സമിതിയിൽ അംഗമായ ആദ്യ ഇന്ത്യക്കാരനാരാണ്? അശ്വിൻ ശേഖർ ആണ്. ബഹിരാകാശ സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട ആന്ധ്രാപ്രദേശ് സർക്കാരിന്റെ ഉപദേശകനായി നിയമിക്കപ്പെട്ട മലയാളി ഡോക്ടർ S സോമനാഥ് ആണ്. 67ാമത് കേരള സ്കൂൾ ഒളിമ്പിക്സിന്റെ ഗുഡ്വിൽ അംബാസിഡർ കീർത്തി സുരേഷ്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിന്റെ ഇന്ത്യയിലെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? സഞ്ജു സാംസൺ ആണ്. സംസ്ഥാന സർക്കാർ രൂപവത്കരിപ്പിച്ച വയോജന കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? K സോമപ്രസാദ് ആണ്. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിന്റെ ചെയർമാൻ ജയേഷ് ജോർജ് ആണ്. ഇനി നമുക്ക് പുരസ്കാരങ്ങൾ നോക്കാം.
2025 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2025 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് KG ശങ്കരപ്പിള്ളയ്ക്കാണ്. ഇനി 2025 വയലാർ രാമവർമ്മ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? സന്തോഷ് കുമാറിനാണ്. തപോമയിയുടെ അച്ഛൻ എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. 1,00,000 രൂപയും കാനായി കുഞ്ഞിരാമൻ രൂപകൽപ്പന ചെയ്ത ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ്. അപ്പോൾ വയലാർ അവാർഡ് ലഭിച്ചത് സന്തോഷ് കുമാറിനാണ്. മലയോറ്റൂർ പുരസ്കാരം 2025 ലഭിച്ചതും ഈ സന്തോഷ് കുമാറിന് തന്നെയാണ്. തപോമയുടെ അച്ഛൻ എന്ന നോവലിന് തന്നെയാണ് അതും ലഭിച്ചിട്ടുള്ളത്. ഓടക്കുഴൽ പുരസ്കാരം 2024 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? K. അരവിന്ദാക്ഷനാണ്. ഗോപ എന്ന നോവലിനാണ്. ജ്ഞാനപ്പാന പുരസ്കാരം ഗുരുവായൂർ ദേവസ്വത്തിന്റെ 2025 ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? സാഹിത്യ നിരൂപകനും അധ്യാപകനുമായ പ്രൊഫസർ KP ശങ്കരനാണ് അത് ലഭിച്ചത്. ജ്ഞാനപീഠം ആർക്കാണ് ലഭിച്ചത്? വിനോദ് കുമാർ ശുക്ലക്കാണ് ലഭിച്ചത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ കേരളത്തിലെ ജ്ഞാനപീഠ ജേതാക്കളെയും കുറിച്ച് പഠിച്ചു വെക്കുക. കേരള ഹിസ്റ്ററി കോൺഫറൻസ് ഏർപ്പെടുത്തിയ പ്രഥമ MGS പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഡോക്ടർ K. ഗോപാലൻകുട്ടിക്കാണ് ലഭിച്ചത്. ഇനി കേരള പുരസ്കാരങ്ങളായ കേരള ജ്യോതി, കേരള പ്രഭ, കേരള ശ്രീ പുരസ്കാരങ്ങൾ ആർക്കൊക്കെയാണ് ലഭിച്ചത് എന്ന് നോക്കാം. ഇത് പത്മ പുരസ്കാര മാതൃകയിലാണ് സംസ്ഥാന സർക്കാർ കേരള പുരസ്കാരങ്ങൾ നൽകി വരുന്നത്. കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ MR രാഘവ വാര്യർക്കാണ്. വിദ്യാഭ്യാസ രംഗത്തിലുള്ള അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ പരിഗണിച്ചിട്ടാണ് അദ്ദേഹത്തിന് കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത്. കേരള പ്രഭ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? PB അനീഷിനാണ്. കാർഷിക രംഗത്തെ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾക്കാണ്. അതുപോലെ കേരള പ്രഭ പുരസ്കാരം ലഭിച്ച കലയുടെ സംഭാവനയ്ക്ക് ലഭിച്ചത് ആർക്കാണ് ചോദിച്ചാൽ രാജശ്രീ വാര്യർക്കാണ്. അതുപോലെ കേരള ശ്രീ പുരസ്കാരം ലഭിച്ചത് മാധ്യമ പ്രവർത്തന രംഗത്ത് ശശികുമാറിനും വിദ്യാഭ്യാസ രംഗത്ത് ഷഹൽ ഹസൻ മുസ്ലിയാർക്കും അതുപോലെ സംരംഭ രംഗത്ത് MK വിമൽ ഗോവിന്ദിനും ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ ജിലോമോൾ മാരിയറ്റ് തോമസിനും കായിക രംഗത്ത് അഭിലാഷ് ടോമിക്കുമാണ് കേരള ശ്രീ പുരസ്കാരം ലഭിച്ചത്. ഇന്റർനാഷണൽ ബുക്കർ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? 2025 ഇന്റർനാഷണൽ ബുക്കർ സമ്മാനം നേടിയത് ബാനു മുഷ്താഖാണ്. ഹാർട്ട് ലാമ്പാണ് അത് ലഭിക്കാൻ കാരണമായ ചെറുകഥാ സമാഹാരം എന്ന് പറയുന്നത്. ഇത് ദീപ ബാസ്തിയാണ് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത്. ഇന്റർനാഷണൽ ബുക്കർ സമ്മാനം നേടുന്ന ആദ്യത്തെ കന്നഡ ലിപിയാണ് ഹാർട്ട് ലാമ്പ് എന്ന് പറയുന്നത്. JCB സാഹിത്യ പുരസ്കാരം 2024 ലഭിച്ചത് ആർക്കാണെന്ന് ചോദിച്ചാൽ അത് ഉപമന്യു ചാറ്റർജിക്കാണ്. 2024 JCB പുരസ്കാരം ലഭിച്ചത് 25 ലക്ഷം രൂപയാണ് ഇതിൻ്റെ സമ്മാനത്തുക എന്ന് പറയുന്നത്. മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സാറ ജോസഫിനാണ്. പത്മപ്രഭ സാഹിത്യ പുരസ്കാരം 2025 ലഭിച്ചത് ആലങ്കോട് ലീലാകൃഷ്ണനാണ്. മലയാറ്റൂർ പുരസ്കാരം 2025 ലഭിച്ചത് സന്തോഷ് കുമാറിനാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞു. അദ്ദേഹത്തിന് തന്നെയാണ് വയലാർ പുരസ്കാരവും ലഭിച്ചത് എന്ന് പറഞ്ഞു. ഇനി വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിൻ്റെ 17ാം ബഷീർ പുരസ്കാരം ലഭിച്ചത് കവിയായ PN ഗോപികൃഷ്ണനാണ്. അദ്ദേഹത്തിൻ്റെ കവിത മാംസഭോജിയാണ് എന്ന സമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. ഹരിവരാസനം പുരസ്കാരം 2025 ലഭിച്ചത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കാണ്. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ നോബൽ പ്രൈസസ് നോക്കാം. 2025 നോബൽ പ്രൈസസ് വൈദ്യശാസ്ത്രത്തിന് ആർക്കൊക്കെ ലഭിച്ചത്? അമേരിക്കക്കാരായ മേഇ ബ്രൺകോ, അതുപോലെ ഫ്രെംറാൻഡൽ എന്നിവരും അതുപോലെ ജപ്പാൻകാരായ ഷിമോൺ സകാഗൂച്ചിക്കാണ് വൈദ്യശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിച്ചത്. എന്തിൻ്റെ കണ്ടുപിടുത്തത്തിനാണെന്ന് ചോദിച്ചാൽ പെരിഫറൽ ഇമ്മ്യൂണോ ടോളറൻസിൻ്റെ കണ്ടുപിടുത്തത്തിനാണ്. രോഗപ്രതിരോധ ശേഷിയുമായി ബന്ധപ്പെട്ട കണ്ടുപിടുത്തത്തിനാണ്. ഇനി രസതന്ത്രത്തിൽ ആർക്കൊക്കെയാണ് ലഭിച്ചതെന്ന് ചോദിച്ചാൽ ജപ്പാൻകാരനായ സുസുമു കിറ്റഗാവ, ഓസ്ട്രേലിയക്കാരനായ റിച്ചാർഡ് റോബ്സൺ, അമേരിക്കക്കാരനായ ഒമർ M യാഗി എന്നിവർക്കാണ് രസതന്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ചത്. എന്തായിരുന്നു അവരുടെ കണ്ടുപിടുത്തം എന്ന് ചോദിച്ചാൽ മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്കുകളുടെ വികസനത്തിന് വേണ്ടിയിട്ടാണ്. ഇനി ഭൗതിക ശാസ്ത്രത്തിൽ ആർക്കൊക്കെയാണ് നൊബേൽ സമ്മാനം ലഭിച്ചത് എന്ന് ചോദിച്ചാൽ ജോൺ ക്ലാർക്ക്, മിഷേൽ H ഡെവോറേറ്റ്, ജോൺ N മാർട്ടീനസ് എന്നിവരാണ്. ഇവരെല്ലാം അമേരിക്കക്കാരാണ്. ഇവർക്ക് 3 പേർക്കാണ് ഭൗതിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിച്ചത്. എന്തിൻ്റെ കണ്ടുപിടുത്തത്തിലാണെന്ന് ചോദിച്ചാൽ ഒരു വൈദ്യുത സർക്യൂട്ടിലെ മാക്രോസ്കോപ്പിക് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിൻ്റെയും ഊർജ കോണ്ടൻസേഷൻ്റെയും കണ്ടുപിടുത്തത്തിനാണ് ഇവർക്ക് 3 പേർക്കും ഭൗതിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിച്ചത്.
ഇനി സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്കൊക്കെയാണ്? ജോയൽ മോക്കർ അമേരിക്കക്കാരൻ, അതുപോലെ ഫിലിപ്പീൻ അഗിയോൺ ഫ്രാൻസുകാരൻ, അതുപോലെ പീറ്റർ ഹൗവിറ്റ് അമേരിക്കക്കാരൻ എന്നിവർക്കാണ് സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിച്ചത്. അവരുടെ കണ്ടുപിടുത്തം നവീകരണം അടിസ്ഥാനമാക്കിയുള്ള സാമ്പത്തിക വളർച്ച വിശദീകരിച്ചതിന് വേണ്ടിയിട്ടാണ്. സാഹിത്യരംഗത്ത് ആർക്കാണ് നൊബേൽ സമ്മാനം ലഭിച്ചത്? ഹംഗേറിയൻ എഴുത്തുകാരനായ ലാസ്ലോ ക്രാസ്നഹോർക്കായിക്കാണ്. സമാധാനത്തിൽ ആർക്കാണ് നൊബേൽ സമ്മാനം ലഭിച്ചത് എന്ന് ചോദിച്ചാൽ വെനസ്വേലയിലെ പ്രതിപക്ഷ നേതാവ് മരിയ കൊറീന മച്ചോഡയ്ക്കാണ് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്. സമാധാനത്തിന് നൊബേൽ സമ്മാനം ലഭിക്കുന്ന 20ാമത്തെ വനിതയാണ് ഈ മരിയ കൊറീന മച്ചാഡോ എന്ന് പറയുന്നത്. ഇനി പത്മ പുരസ്കാരങ്ങൾ നോക്കാം. പത്മ പുരസ്കാരം 2025 അത് കഴിഞ്ഞ് നമുക്ക് 2026 കൂടി നോക്കാം. 2025 പത്മ പുരസ്കാരങ്ങൾ ആർക്കൊക്കെയാണ്? കേരളത്തിൽ നിന്ന് മരണാനന്തരം സാഹിത്യത്തിൽ ലഭിച്ചത് MT വാസുദേവനാണ്. അതുപോലെ ആരോഗ്യ രംഗത്ത് തെലങ്കാനയിൽ നിന്ന് ലഭിച്ചത് ദുവ്വൂർ നാഗേശ്വരിക്കും, കഥക് കലാകാരിയായ ഗുജറാത്തി വ്യക്തിയായ കമുദ്ദിനി രജനീകാന്ത് ലക്കിയേക്കും, മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ചണ്ഡീഗഡ്കാരനായ ജഗദീഷ് സിംഗ് ഗൈഗാറിനും, അതുപോലെ ശാരദ സിൻഹ ബീഹാറിലാണ്, അതേ ഗായികയാണ്. അവർക്ക് ലഭിച്ച മരണാനന്തരം ബഹുമതിയായിട്ടാണ്. അതുപോലെ സാമു സുസുക്കി ജപ്പാൻ മരണാനന്തര ബഹുമതിയായി വ്യാപാരം വ്യവസായം എന്നിവയ്ക്കും. ലക്ഷ്മി നാരായണ സുബ്രഹ്മണ്യം കർണാടക വയലിനിസ്റ്റാണ്, അവർക്കുമാണ് പത്മവിഭൂഷൺ ലഭിച്ചത്. അപ്പോൾ MT വാസുദേവൻ നായർ ഇമ്പോർട്ടൻ്റ് ആണ്. മരണാനന്തരം 2025 ലഭിച്ചത്. ആകെ 139 പത്മ പുരസ്കാരങ്ങളാണ്. അതിൽ പത്മവിഭൂഷണാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി പത്മഭൂഷൺ ആർക്കൊക്കെ ലഭിച്ചത്? കേരളത്തിലെ ശോഭനയ്ക്കും, അതുപോലെ കായിക രംഗത്ത് PR ശ്രീജേഷിന് ലഭിച്ചു. 2025 പത്മഭൂഷൺ ലഭിക്കുന്ന ഏക കായിക താരമാണ് PR ശ്രീജേഷ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ കേരള ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ S ചാക്കോ പെരിയപുരത്തിനും ലഭിച്ചു. അതുകൂടാതെ ബിബേക് ദേബ്രോയി, പങ്കജ് ഉദാസ്, സുശീൽ കുമാർ മോദി, മനോഹർ ജോഷി എന്നിവർക്കും മരണാനന്തര ബഹുമതിയായിട്ട് പത്മഭൂഷൺ ലഭിച്ചു. അതുപോലെ കന്നഡ നടൻ അനന്ത് നാഗ്, തെലുങ്ക് നടൻ ബാലകൃഷ്ണൻ എന്നിവർക്കും പത്മഭൂഷൺ ലഭിച്ചു. ഇനി പത്മശ്രീ 113 പേർക്കാണ് പത്മശ്രീ ലഭിച്ചിട്ടുള്ളത്. ഫുട്ബോൾ താരം IM വിജയൻ, അതുപോലെ സംഗീതജ്ഞൻ ഡോക്ടർ ഓമനക്കുട്ടി എന്നിവർ ഇത് നേടിയ മലയാളികളാണ്. അതുപോലെ ക്രിക്കറ്റ് താരം R അശ്വിൻ, അതുപോലെ തമിഴ്നാട്ടിൽ നിന്നുള്ള മൃദംഗ വിദ്വാൻ ഗുരുവായൂർ ദുരൈ എന്നിവർക്കും പത്മശ്രീ ലഭിച്ചു. ഇനി നമുക്ക് 2026 പത്മ പുരസ്കാരങ്ങളും കൂടി നോക്കാം. ആകെ 131 പത്മ പുരസ്കാരങ്ങളാണ് 2026 റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ചിട്ട് രാഷ്ട്രപതി പ്രഖ്യാപിച്ചത്. അതിൽ 5 പത്മവിഭൂഷൺ, 13 പത്മഭൂഷൺ, 113 പത്മശ്രീ എന്നീ അവാർഡുകളാണ് ലഭിച്ചത്. അതിൽ നമുക്ക് കേരളത്തിൽ നിന്നുള്ളത് നോക്കാം. കേരളത്തിൽ നിന്ന് പത്മവിഭൂഷൺ VS അച്യുതാനന്ദന് പൊതുരംഗത്ത് ലഭിച്ചു. അതുപോലെ ജസ്റ്റിസ് KT തോമസിനും, അതുപോലെ പത്മഭൂഷൺ ലഭിച്ചത് മമ്മൂട്ടി, വെള്ളാപ്പള്ളി നടേശൻ എന്നിവർക്കാണ്. പത്മശ്രീ ലഭിച്ചത് കൊല്ലക്കയിൽ ദേവകി അമ്മയ്ക്കാണ്. അതുപോലെ തന്നെ പത്മവിഭൂഷൺ മരണാന്തരമായി ലഭിച്ചത് ധർമ്മേന്ദ്ര സിംഗ് ഡീഗോറിനും, പത്മഭൂഷൺ മരണാന്തരമായി ലഭിച്ചത് ഷിബു സോറനുമാണ്. അതുപോലെ പത്മശ്രീ ലഭിച്ചത് രോഹിത് ശർമ്മ, ഹർമൻ പ്രീത് കൗർ എന്നിവർക്കും ലഭിച്ചിട്ടുണ്ട്. പത്മവിഭൂഷൺ ആർക്കൊക്കെയാണ്? ധർമ്മേന്ദ്ര സിംഗ് ഡിയോൾ, KT തോമസ്, N രാജം, P നാരായണൻ, VS അച്യുതാനന്ദൻ എന്നിവർക്കാണ്. പത്മവിഭൂഷണാണ് VS അച്യുതാനന്ദന് കിട്ടിയിട്ടുള്ളത്. പത്മഭൂഷൺ ആർക്കൊക്കെയാണെന്ന് ചോദിച്ചു പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മമ്മൂട്ടിയെ ഓർത്ത് വയ്ക്കുക. അതുപോലെ വെള്ളാപ്പള്ളി നടേശൻ, വിജയ് അമൃത് രാജ്, VK മൽഹോത്ര, ഉദയ് കോട്ടക്, ശിവവാതിൽ R ഗണേഷ്, MS കമലന്ദൻ, പീയൂഷ് പാഡെ, ഡോക്ടർ നോറി ദത്താത്രേയുഡു, കലിപ്പട്ടി രാമമൂർത്തി, പളനിയപ്പൻ, ഭഗത് സിംഗ് കോശ്യാരി, അൽക്ക യാഗ്നിക് എന്നിവർക്കൊക്കെയാണ് പത്മഭൂഷൺ ലഭിച്ചത്. അടുത്ത നമുക്ക് ദേശീയ ചലച്ചിത്ര പുരസ്കാരം നോക്കാം. 2023 പുരസ്കാരങ്ങളാണ് 2025 പ്രഖ്യാപിച്ചത്. മികച്ച നടൻ ഷാറൂഖ് ഖാനാണ്. അതുപോലെ വിക്രാന്ത് മാസി എന്നിവർക്കാണ് മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത്. മികച്ച നടി വന്നിട്ട് റാണി മുഖർജിയാണ്. മികച്ച നടന് ഷാറൂഖ് ഖാന് ജവാൻ എന്ന മൂവിക്കും വിക്രാന്തിന് 12th ഫെയിൽ എന്ന മൂവിക്കാണ് ലഭിച്ചത്. മികച്ച നടി വന്നിട്ട് റാണി മുഖർജിയാണ്. മിസിസ് ചാറ്റർജി വേഴ്സസ് നോർവേ എന്ന മൂവിക്കാണ്. മികച്ച ചിത്രം 12th ഫെയിലാണ്. സംവിധാനം ചെയ്തിട്ടുള്ളത് വിധു വിനോദ് ചോപ്രയാണ്. മികച്ച സംവിധാനം വന്നിട്ട്
സംവിധായകൻ സുദീപ്തോ സെൻ ആണ്. ദ കേരള സ്റ്റോറി എന്നതിനാണ് മികച്ച സംവിധായകനുള്ള അവാർഡ് ലഭിച്ചിട്ടുള്ളത്. മികച്ച സഹനടൻ വിജയരാഘവനാണ്. പൂക്കാലം മലയാളം എന്നിവയ്ക്കും അതുപോലെ MS ഭാസ്കർ പാർക്കിംഗ് എന്ന തമിഴ് സിനിമയ്ക്കും ലഭിച്ചു. മികച്ച സഹനടിയായിട്ടുള്ളത് ഊർവശിയാണ്. ഉള്ളഴുക്ക് എന്ന മലയാള സിനിമയിലെ അഭിനയത്തിനാണ്. അതുപോലെ ജാനകി ബോദിവാല വാഷ് എന്ന ഗുജറാത്തി ചിത്രത്തിലെ അഭിനയത്തിനും. മികച്ച മലയാള ചിത്രം ഉള്ളഴുക്കാണ്. മികച്ച ജനപ്രിയ ചിത്രം റോക്കി ഓർ റാണി കി പ്രേം കഹാനി എന്ന ചിത്രമാണ്. മികച്ച എഡിറ്റിംഗ് മിഥുൻ മുരളിയുടെ പൂക്കാലം എന്ന മലയാളം മൂവിക്കാണ്. അപ്പോൾ നമുക്ക് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 2024 കൂടെ നോക്കാം. മികച്ച നടൻ മമ്മൂട്ടിയാണ്. ബ്രഹ്മയുഗം എന്ന മൂവിയാണ്. മികച്ച നടി ഷംല ഹംസയാണ്. ഫെമിനിച്ചി ഫാത്തിമ എന്ന മൂവി. മികച്ച ചിത്രം മഞ്ഞുമൽ ബോയ്സ് ആണ്. മികച്ച സംവിധായകൻ ചിദംബരമാണ്. മഞ്ഞുമൽ ബോയ്സിൻ്റെ സംവിധായകനാണ്. മികച്ച തിരക്കഥാകൃത്തും ചിദംബരമാണ്. മികച്ച സ്വഭാവ നടി ലിജി മോൾ ജോസ് ആണ്. നടന്ന സംഭവം എന്ന മൂവിയിലെ സ്വഭാവ നടൻ സൗബിൻ സാഹർ, സിദ്ധാർത്ഥ് ഭരതൻ എന്നിവരാണ്. സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലുമുള്ള പ്രത്യേക പുരസ്കാരം പായൽ കബാഡിയാണ്. ഓൾ വി ഇമേജസ് ആസ് ലൈറ്റ് എന്നതിനാണ് ലഭിച്ചത്. മികച്ച നവാഗത സംവിധായകൻ, ഇതെല്ലാം സംസ്ഥാന ചലച്ചിത്ര അവാർഡാണ് കേട്ടോ. മികച്ച നവാഗത സംവിധായകൻ ഫാസിൽ മുഹമ്മദ് ആണ്. ഫെമിനിച്ചി ഫാത്തിമ എന്ന മൂവിയിലാണ്. മികച്ച ചലച്ചിത്ര ഗ്രന്ഥം CS മീനാക്ഷിയുടെ ആണ്. പുസ്തകം പെൺപാട്ടു താരങ്ങൾ എന്നതാണ്. ഇനി കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ഏതൊക്കെയാണ്? യുവ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് അഖിൽ P ധർമ്മരാജനാണ്. ഇനി കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം 2024 നോക്കാം. മികച്ച കവിത അനിത തമ്പിയുടെ മുരിങ്ങ വാഴക്കറി വേപ്പ് എന്ന കവിതയ്ക്കാണ്. മികച്ച നോവലായി തിരഞ്ഞെടുത്തത് GR ഇന്ദുഗോപൻ്റെ ആനോ എന്ന നോവലും. മികച്ച ചെറുകഥ ആർക്കാണ്? ചെറുകഥയുടെ പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്ന് ചോദിച്ചാൽ വി ഷിനിലാലാണ്. ഗിരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര എന്ന ചെറുകഥയാണ്. മികച്ച നാടകം ശശിധരൻ നടുവിലെ പിത്തള ശലഭം എന്നതാണ്. മികച്ച സാഹിത്യ വിമർശനം G ദിലീപൻ്റെ രാമായണത്തിൻ്റെ ചരിത്ര സഞ്ചാരങ്ങൾ എന്നതാണ്. മികച്ച വൈജ്ഞാനിക സാഹിത്യം ഏതാണ്? P ദീപകിൻ്റെ നിർമ്മിത ബുദ്ധികാലത്തെ സാമൂഹിക രാഷ്ട്രീയ ജീവിതം എന്നതാണ്. മികച്ച ജീവചരിത്രം അല്ലെങ്കിൽ ആത്മകഥ ചോദിക്കുകയാണെന്ന് പറഞ്ഞാൽ ഡോക്ടർ K രാജശേഖരൻ നായരുടെ ഞാൻ എന്ന ഭാവം എന്നതിനാണ്. മികച്ച വിമർശനം ചിഞ്ചു പ്രകാശാണ്. എൻ്റെ രാജ്യം എൻ്റെ ശരീരം ജിയോ കോണ്ട ബെല്ലി എന്നതിനും. മികച്ച ബാലസാഹിത്യം EN ഷീജയുടെ അമ്മ മണമുള്ള കനിവുകൾ എന്നതിനാണ്. മികച്ച ഹാസ്യ സാഹിത്യം നിരഞ്ജൻ്റെ കേരളത്തിൻ്റെ മൈതാത്മകത വറുത്തരച്ച ചരിത്രത്തോടൊപ്പം എന്നിവയ്ക്കാണ്. ഓസ്കാർ പുരസ്കാരങ്ങൾ കൂടി നോക്കാം. 97ാമത് ഓസ്കാർ പുരസ്കാരമാണ്. മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് അനോറയാണ്. അതിൻ്റെ സംവിധായകൻ സീൻ ബേക്കറാണ്. മികച്ച നടി മൈക്കൽ മാഡിസൺ ആണ്. ചിത്രം അനോറയിൽ തന്നെയാണ്. അതുപോലെ മികച്ച നടൻ ചോദിക്കുകയാണെന്ന് പറഞ്ഞാൽ ആൻഡ്രിയൻ ബ്രോഡിയാണ്. അതിൻ്റെ ചിത്രം ദി ബ്രൂട്ടലിസ്റ്റ് എന്നതാണ്. മികച്ച സംവിധായകൻ സീൻ ബേക്കറാണ്. ചിത്രം അനോറയാണ്. ആ അനോറ ചിത്രത്തിനാണ് മികച്ച ചിത്രം ഓസ്കാർ അവാർഡും ലഭിച്ചിട്ടുള്ളത്. മികച്ച നടി സോയി സാൽഡാനയാണ്. മികച്ച സഹനടിയാണ് സോയി സാൽഡാന. മികച്ച നടി മൈക്കി മാഡിസൺ ആണ്. ചിത്രം എമിലിയ പെരേസ് ആണ്. മികച്ച സഹനടൻ കീറൻ കാൽക്കിനാണ്. ചിത്രം ദി റിയൽ പെയിൻ എന്നതിനാണ്. മികച്ച വിദേശ ചിത്രം ഐ ആം സ്റ്റിൽ ഹിയർ എന്നതാണ് മികച്ച വിദേശ ചിത്രം. മികച്ച ഛായാഗ്രാഹകൻ ലോൽ ക്രൗളിക്കാണ്. ചിത്രം ദി ബ്രൂട്ടലിസ്റ്റ് എന്നതിനാണ്. മികച്ച ഷോർട്ട് ഫിലിം ഐ ആം നോട്ട് എ റോബോട്ട് എന്നാണ്. ഐ ആം നോട്ട് റോബോട്ട് എന്നതിനാണ്. മികച്ച വിഷ്വൽ എഫക്റ്റ് ഡ്യൂൺ പാർട്ട് 2. മികച്ച സൗണ്ട് ഡിസൈനറും ഡ്യൂൺ പാർട്ട് 2ക്കാണ് ലഭിച്ചിട്ടുള്ളത്. മികച്ച ഡോക്യുമെൻ്ററി ചിത്രം നോ അതർ ലാൻഡ് എന്നതിനാണ്. മികച്ച ഗാനം എൽമാലയ്ക്കാണ്. മികച്ച അഡാപ്റ്റഡ് തിരക്കഥ കോൺക്ലേവ് ആണ്. മികച്ച ഒറിജിനൽ തിരക്കഥ എന്ന് പറയുന്ന അനോറയാണ്. എന്തുകൊണ്ടാണ് ഇത്ര സ്പീഡിൽ പറഞ്ഞിട്ട് പോകണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നാളത്തെ എക്സാമിനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഇതെടുക്കുന്നത്. എല്ലാവരും 2, 3 ക്ലാസ് 4 ഒക്കെ ക്ലാസ് ആയിട്ട് തരേണ്ട ക്ലാസ്സുകളാണ്. 2025 ഏപ്രിൽ 22 ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ ഭീകരാക്രമണം ഉണ്ടായത്. അതിന് ഇന്ത്യ നൽകിയ തിരിച്ചടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത്. 2025 മെയ് 7 അപ്പോൾ ഭീകരാക്രമണം 2025 ഏപ്രിൽ 22 പഹൽഗാം ഭീകരാക്രമണം. ഓപ്പറേഷൻ സിന്ദൂർ 2025 മെയ് 7 ഇന്ത്യയിലെ കര നാവിക വ്യോമസേനകളുടെ സംയുക്ത ആക്രമണമാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, മറക്കരുത്. ഈ പ്രതിരോധ ആക്രമണങ്ങളെക്കുറിച്ച് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച വനിതാ സൈനിക ഉദ്യോഗസ്ഥരാണ്
കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും. ഡേറ്റ് മറക്കരുത്. ഭീകരാക്രമണം ഏപ്രിൽ 22, തിരിച്ചടി മെയ് 7. അതുപോലെ നമ്മുടെ ഇന്ത്യക്കാരനായ ശുഭാംശു ശുക്ലയെക്കുറിച്ച് ചോദിക്കാന്ന് പറഞ്ഞാൽ എന്താണ്? നാസയും അതുപോലെ സ്പേസ് എക്സുമായി സഹകരിച്ച് അമേരിക്കൻ ബഹിരാകാശ ഗവേഷണ സംരംഭമായ ആക്സിയം നടത്തിയ ആക്സിയം 4 ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കഴിയുന്ന ആദ്യ ഇന്ത്യക്കാരൻ എന്ന ചരിത്ര നേട്ടം ആരുടെ പേരിലാണെന്ന് ചോദിച്ചാൽ അത് ശുഭാംശു ശുക്ലയുടെയും പേരിലാണ്. ഇന്ത്യക്കാരൻ എന്ന നേട്ടം ശുഭാംശു ശുക്ലയുടെ നേതൃത്വത്തിലാണ്. അതുപോലെ ഇന്ത്യയുടെ സ്പേസ് ഡോക്കിങ്ങിനെ കുറിച്ചും അൺഡോക്കിങ്ങിനെ കുറിച്ചും ചോദ്യം വരാം. 2 കൃത്രിമോപഗ്രഹങ്ങളെ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ വെച്ച് കൂട്ടി യോജിപ്പിക്കുന്ന സ്പേസ് ഡോക്കിംഗ് ISRO വിജയകരമായി പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ജനുവരി 16 രാവിലെ 6:30 6:40 ഇടയിലാണ് 3 തവണ മാറ്റിവെച്ച് ഈ പരീക്ഷണം നടത്തിയത്. അതോടെ സ്പേസ് ഡോക്കിംഗ് സാങ്കേതികവിദ്യ സ്വന്തമാക്കിയ ലോകത്തിലെ 4ാമത്തെ രാജ്യമായി ഇന്ത്യ മാറി. ഈ ക്വസ്റ്റ്യൻ ഇതിന് മുമ്പ് ചോദിച്ചിട്ടുണ്ട്, എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന്. 4ാമത്തെ രാജ്യമാണ്. അമേരിക്ക, പിന്നെ റഷ്യ, പിന്നെ ചൈന എന്നിങ്ങനെയാണ് രാജ്യങ്ങൾ വരുന്നത്. അഗ്നി പ്രൈം മിസൈലിനെ കുറിച്ച് ചോദിക്കുകയെന്ന് പറഞ്ഞാൽ എന്താണ്? ദേശീയ റെയിൽവേ ശൃംഖലയുമായി യോജിപ്പിച്ച് പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത പ്ലാറ്റ്ഫോമിൽ നിന്നുള്ള ആദ്യ വിക്ഷേപണമാണ് അഗ്നി പ്രൈം മിസൈലിൻ്റേത്. ഇതോടെ തന്നെ റെയിൽ ശൃംഖലയിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന കാനിസ്റ്ററൈസ്ഡ് ലോഞ്ച് സിസ്റ്റം വികസിപ്പിച്ച രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയും അംഗമാവുകയുണ്ടായി. അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. നാളെ എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും അതുപോലെ ഓൾ ദി ബെസ്റ്റ് പറയുന്നു. എല്ലാവരും നന്നായി എഴുതുക, നന്നായി പഠിക്കുക. അപ്പോൾ വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി വരുന്നത് വരെ ഓക്കെ ബൈ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഫ്രണ്ട്സ്.